ഇലക്ഷൻ നേരിടാൻ വേണ്ടിയിട്ട് UDF സുസജ്ജമാണ്. ഞങ്ങൾ അവിടെ 263 ബൂത്ത് കമ്മിറ്റികളുണ്ട്. ആ ബൂത്ത് കമ്മിറ്റികളെല്ലാം നിലവിൽ വന്നു. പുതിയതായി വന്ന 59 ബൂത്ത് കമ്മിറ്റികളടക്കം 263 ബൂത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു. ഞങ്ങൾ 8000-ലധികം പുതിയ വോട്ടർമാരെ ഞങ്ങൾ നിലമ്പൂരിൽ ചേർത്തിട്ടുണ്ട്. സംഘടന കോൺഗ്രസും UDF-ഉം സുസജ്ജമാണ്. UDF-ൻ്റെ തന്നെ എല്ലാ പാർട്ടികളുടെയും കൺവെൻഷൻ കഴിഞ്ഞു. UDF-ൻ്റെ പരിപാടിയിൽ ഞാൻ പോയിരുന്നു. എല്ലാം സുസജ്ജമാണ്. ഏത് സമയത്ത് ഇലക്ഷൻ വന്നാലും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിങ്ങൾക്ക് അറിയാമല്ലോ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിങ്ങൾക്കറിയാം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ 24 മണിക്കൂറിനാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം. അതിന് യാതൊരു വിധത്തിലുള്ള കാലതാമസം ഉണ്ടാവില്ല. സൺഡേ ആയതിൻ്റെ ഒരു ഇതാണ് ഇന്ന് അല്ല സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി നോക്കണം. സൺഡേ ആയത് നമ്മൾ സൺഡേ പ്രതീക്ഷിക്കുന്നില്ല. സാധാരണ ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനം നടത്തിയാണ് ഇത് പറയാറുള്ളത്. അല്ല നമ്മൾ നോക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഒരു കാരണവശാലും വൈകില്ല. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ചെയ്തിരുന്ന പോലെ ഞങ്ങൾക്കൊരു പ്രൊസീജിയറുണ്ട്. കാരണം എല്ലാ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെടണം. പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായി സംസാരിക്കണം. അപ്പോൾ ഞാനും KPCC പ്രസിഡൻറ്റും ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ അകത്തൊരു തീരുമാനം ആയി കഴിയുമ്പോൾ ആ തീരുമാനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അറിയിക്കും. ഞങ്ങളുടെ പ്രപ്പോസൽ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. തീർച്ചയായിട്ടും ഞങ്ങളെപ്പോഴും ചർച്ചയിലാണല്ലോ. അപ്പോൾ ആ ചർച്ച നടക്കുന്നുണ്ട്. ഞാനും KPCC പ്രസിഡൻറ്റും എല്ലാവരുമായിട്ട് സാധാരണ ഞങ്ങൾ നടക്കുന്ന ഒരു പ്രോസസ്സുണ്ട് കോൺഗ്രസ്സിൽ. അത് ഞങ്ങളുടെ സ്ഥാനത്ത് ആരിരുന്നാലും ഇരിക്കുന്നവർ നടത്തേണ്ട ഒരു പ്രോസസ്സാണ്. അത് ഭംഗിയായി നടക്കുന്നുണ്ട്. അത് ചെയ്ത് ഞങ്ങളുടെ ഒരു പ്രപ്പോസൽ ഞങ്ങൾ AICCയിൽ സമർപ്പിക്കും. കോൺഗ്രസ് പ്രസിഡൻ്റാണ് അത് എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനം പ്രഖ്യാപിക്കും. അല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ലേ കരുതാൻ പറ്റുള്ളൂ. കാരണം 10 മാസം മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഉജ്ജ്വലമായ വിജയം UDF അവിടെ നേടും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം. വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പൂർണ്ണമായ ആത്മവിശ്വാസം. അല്ല, അൻവർ UDF-ൻ്റെ ഭാഗമായിരിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. UDF തീരുമാനമുണ്ട്. അത് എങ്ങനെയാണ് UDF-ൻ്റെ ഭാഗമാകുന്നതെന്ന് അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. അത് എന്നെ UDF നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുമായിട്ട് സംസാരിച്ച തീരുമാനം പ്രഖ്യാപിക്കാം. തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അദ്ദേഹം അവിടെ MLA ആയിരുന്ന ആളല്ലേ. വ്യക്തിപരമായി ധാരാളം അവിടെ ബന്ധങ്ങളുള്ള ഒരാളാണ് അൻവർ. UDF-ഉമായിട്ട് പൂർണ്ണമായി സഹകരിക്കും. UDF-ൻ്റെ കൂടെ അൻവർ ഉണ്ടാവും. ഈ തുടക്കത്തിൽ PV അൻവർ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. അല്ല, അതിനുശേഷം അദ്ദേഹം പല പ്രാവശ്യം അത് ക്ലിയർ ചെയ്ത് ഇന്നുൾപ്പെടെ അദ്ദേഹം പറഞ്ഞു UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കും. അദ്ദേഹം എന്നെ നേരിട്ട് UDF ചെയർമാൻ എന്നുള്ളതിൽ എന്നെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ഞാൻ അറിഞ്ഞത് നിങ്ങളോടും പറഞ്ഞു തന്നാണ്. നിങ്ങൾക്ക് വലിയ സ്കോപ്പ് ഈ കാര്യത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് ഒരു വലിയ സ്കോപ്പ് ഇക്കാര്യത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ അകത്ത് നിങ്ങളത് വിട്ടേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, ഏറ്റവും പെട്ടെന്ന് പ്രഖ്യാപിക്കുക സ്ഥാനാർത്ഥി. നിങ്ങൾ അന്വേഷിക്കേണ്ടത് CPM സ്ഥാനാർത്ഥി ആരാണ്? അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണോ മത്സരിക്കുന്നത്, അല്ലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ മത്സരിക്കുന്നത്, BJPയുടെ സ്ഥാനാർത്ഥി ആരാണ്? ഇത് ക്ലിയറാണ്. ഇത് വിട്ടേക്ക്. ഇത് ക്ലിയറാണ്. ഇത് പ്രഖ്യാപിക്കും പെട്ടെന്ന്. ഞാൻ പറഞ്ഞ നേരത്തെ ഇതിനു മുമ്പ് ഞങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന കറക്റ്റ് അല്ലായിരുന്നു. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടല്ലേ പറയണത്. അപ്പോൾ ഞങ്ങൾ ആ പ്രഖ്യാപിക്കാൻ പോകുന്ന ഞങ്ങൾ തീരുമാനമെടുക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് UDF നേതാക്കളുമായിട്ട് കൂടി ഞങ്ങൾ ചർച്ച ചെയ്യുക. പ്രോസസ്സാണ്. ഇല്ലെന്നും നിങ്ങൾക്കറിയാം. നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. അത് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസിൻ്റെ പുറകെ മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ അതും കൂടി ഒന്ന് പറയാം. ഇല്ലെങ്കിൽ ആളുകൾ വിചാരിക്കില്ല അവരുടെ സ്ഥാനാർത്ഥി ആരാന്ന്. ആളുകൾക്ക് നിങ്ങൾ വഴിയല്ലേ ജനങ്ങൾ അറിയുന്നത് നിങ്ങൾ വഴിയല്ലേ. അല്ല, അതായിക്കോട്ടെ. എന്നാലും നിങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കണില്ല. എനിക്ക് ചെറിയൊരു പരിഭവമാണത്. നിങ്ങൾ അന്വേഷിക്കണില്ല. നിങ്ങൾ കോൺഗ്രസ്സിൽ എന്താണ്, കോൺഗ്രസ്സിൽ വല്ല കുഴപ്പമൊന്നും നടക്കുക. ഞാൻ പറയാം, അത് വിട്ടേക്ക്. എനിക്ക് വിട്ടേക്ക്. അല്ല, ഞങ്ങൾക്ക് അവരുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല ഇത് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ അതിൻ്റെ അതൊരു ഇൻട്രസ്റ്റ് എടുക്കണില്ല. നിങ്ങളത് മാത്രമാക്കി മാറ്റുക. അല്ല, അത്രയും വിശദാംശങ്ങൾ വന്ന് ചാനലുകാരോട് പറയാൻ പറ്റുമോ? അല്ല, മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറയുന്നതിൽ അതൊരു നടപടിക്രമമല്ലേ.
ഞാൻ പറയില്ലേ, അതെങ്കിലും ഞങ്ങൾക്ക് വിട്ടുക, ഞങ്ങൾക്ക് പ്ലീസ്, ഞങ്ങൾക്ക് വിട്ടുതാ. ഈ ആദ്യകാര്യം, അതായത് ഈ CPM സ്ഥാനാർത്ഥി പാലക്കാട് സംഭവിച്ചതുപോലെ ഈ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും അടർത്തിയെടുക്കുമോ, അങ്ങനെ ഒരു ആശങ്കയൊക്കെ ഉണ്ടോ? അല്ല, അവർക്ക് അവരുടെ ഗതികേട് പാലക്കാട് അവർക്ക് അതുപോലെ ഗതികേട് ഉണ്ടായത്, അവർ നിലമ്പൂരിലും ഗതികേട് അതാണ്. അത് അവരെ ആവർത്തിക്കട്ടെ, അത് അവരുടെ വിധി. അവരുടെ വിധി കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലേ പാലക്കാട്. എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത്? പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് 9 വർഷക്കാലം ഈ കേരളത്തെ തകർത്ത ഈ സർക്കാരിനെ ഞങ്ങൾ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ വിചാരണ ചെയ്യും. നിലമ്പൂർ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പ്രതീകമായി നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കും. അവരുടെ മുന്നിൽ ഈ സർക്കാരിനെ ഞങ്ങൾ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഞങ്ങൾ വിചാരണ ചെയ്യും. അതിൻ്റെ റിസൾട്ട് വരും. അതോടൊപ്പം തന്നെ ഈ അൻവർ ഉന്നയിച്ച അതേ വിഷയങ്ങൾ കൂടി പ്രതിപക്ഷം ഉയർത്തും. UDFിൻ്റെ നേതൃത്വത്തിൽ ആരൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇതുവരെ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അറിയാൻ പറ്റില്ല. UDFിൻ്റെ നേതൃത്വത്തിൽ ആരാളുള്ളത്? അതോടൊപ്പം ഈ വയനാട് MP കൂടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പ്രചാരണത്തിനെത്തുമോ? സാധാരണ ദേശീയ നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് എത്താറില്ല. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നിയോജക മണ്ഡലത്തിൽ പെട്ട ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും, തീരുമാനമെടുത്തിട്ടില്ല. സാധാരണ ഗതിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കൾ വരാറില്ല കേരളത്തിൽ കോൺഗ്രസിൻ്റെ. പക്ഷേ ഇത് അവരുടെ നിയോജക മണ്ഡലം ആയതുകൊണ്ട് നമ്മളത് ചർച്ച ചെയ്യും AICC ആയിട്ട്. അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ടല്ലോ നേരത്തെ തന്നെ പ്രതിപക്ഷം ആ വിഷയങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഉറപ്പായിട്ടും അതെല്ലാം ചർച്ച ചെയ്യപ്പെടും. വളരെ ഗൗരവതരമായ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ. പിന്നെ ഇപ്പം മലപ്പുറം ജില്ലയിലുള്ള ഹൈവേ തകർന്നു വീണ് ആദ്യം തുടക്കത്തിൽ, ബാക്കി ഇപ്പം എല്ലാ ജില്ലയിലും ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ മാത്രമാണെന്നല്ലേ, അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെടുമല്ലോ. വികസന കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ഇല്ലല്ലോ, തുടങ്ങിയില്ലല്ലോ. അത് നമ്മൾ ആ സമയമാകുമ്പോൾ പറയാം. തെറ്റിയിട്ടില്ലല്ലോ, അത് വരട്ടെ. ഇപ്പം ആയില്ല. അത് ഞാൻ അവിടെ പോയി, ഞങ്ങൾ ഒരു റൗണ്ട് പോയി, അവിടെ സംസാരിച്ച കാര്യങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഇലക്ഷൻ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ബൂത്ത് തലത്തിൽ നിന്നുള്ള റിപ്പോർട്ടൊക്കെ കളക്ട് ചെയ്തിട്ടാണ്, പിന്നെ നമ്മുടേതായ ഒരു ഇതെല്ലാം കളക്ട് ചെയ്തിട്ടാണ്. അതൊക്കെ ഞാൻ പറയും, ഒരു സമയം മുമ്പ് ഞങ്ങൾ പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞല്ലോ. പാലക്കാടത്തെ ഗതികേട് നിലമ്പൂരിൽ CPM ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവരെ സ്ഥാനാർത്ഥി തീരുമാനിക്കണം, ഞങ്ങൾ അവർക്ക് വിട്ടു കൊടുക്കുക. നിങ്ങൾ ചെയ്യണമാതിരി ഞങ്ങളെ കയറി അതിൽ കൈകാര്യം ചെയ്യില്ല. ഒരു കുഴപ്പവും കോൺഗ്രസ്സിലുണ്ടാവില്ല. നിങ്ങൾ കോൺഗ്രസ്സിൽ കുഴപ്പമുണ്ടാക്കിയവർ പോയ വഴി കണ്ടല്ലോ. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് കണ്ടല്ലോ എന്താ സംഭവിച്ചതെന്ന്. 5 ഇരട്ടിയാണ് പാലക്കാടത്തെ ഭൂരിപക്ഷം വർദ്ധിച്ചത്. 5 ഇരട്ടി. അല്ല, അത് നല്ല കാര്യം, അവർക്ക് നല്ല കാര്യം. എനിക്ക് തോമസ് ഐസക്കിനോട് ഇത്രയും വിരോധം പിണറായി വിജയൻ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിലമ്പൂർ ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും. നിങ്ങൾ അതിലേക്ക് വേണം, അത് ഞങ്ങൾക്ക് വിട്ടുക പ്ലീസ്.